ഇത് സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് 3 ഫോണാണ്. ഇത് നമുക്ക് ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ട് വന്നതാണ്. ബാക്ക് ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ വരുന്നത് ബാക്ക് ഗ്ലാസ്സിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ മാറുക എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ് വരുന്ന സംഗതിയാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ മാറാതെ എങ്ങനെ ബാക്ക് ഗ്ലാസ് മാറ്റാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. അതിന് ശേഷം ഹീറ്റിംഗ് പാഡിൽ വെച്ചതിന് ശേഷം ഹീറ്റാക്കുക. ഇത് നമ്മൾ ബാക്ക് ഓപ്പൺ ആക്കിയപ്പോൾ ബാക്കിന് ഓൾറെഡി ഓപ്പൺ ആക്കിയതാണ്. അതിനാൽ തന്നെ ഗമ്മും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 2 സ്ക്രൂ അതിൽ മിസ്സിങ് ഉണ്ട്. ഈ ഒരു ചെറിയ പോർഷനാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ ബാക്കിലെ ഗമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി സെപ്പറേറ്റർ മെഷീനിൽ വെച്ച് ഡിസ്പ്ലേ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. 0.3 വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഡിസ്പ്ലേ നന്നായി ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് വിത്ത് OCA ഗ്ലാസ് വരാത്തതിനാൽ OCA കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻറ്റ് പ്രോപ്പറായിരിക്കണം. ഇല്ലെങ്കിൽ ബബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തന്നെ അത് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലാമിനേഷൻ മെഷീനിൽ വെച്ച് പഞ്ച് ചെയ്യാം. അത് പഞ്ചായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡീബബിൾ മെഷീനിൽ വെച്ചതിന് ശേഷം ബബിൾ കളയാം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസസ്സാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക്. ഇതുപോലെ തന്നെ ഗ്ലാസ് മാത്രം ബ്രോക്കൺ ആയിട്ടുള്ള ഏതൊരു ഡിവൈസിൻ്റെയും ഗ്ലാസ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും.